ഹലോ. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ഇല്ല കേട്ടോ, ഞാനും അമ്മയും അച്ചായും മാത്രമേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞ് ശീലിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇന്ന് പോകുന്ന അമ്മയുടെ ഒരു കസിൻ സിസ്റ്റർ മരിച്ചിട്ടേ അതിൻ്റെ ഒരു ആണ്ടുബലി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ചുമ്മാ കാറ് പോകുന്നതല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി ഇരുന്നതാണ്. അപ്പോഴത്തേക്കാണ് മാമനെയും മാമീനെയൊക്കെ കണ്ടത്. രണ്ട് മാമിമാരെയൊക്കെ കണ്ട് അവരെല്ലാവരും കൂടി കയറ്റി വീടിനോട് എത്തിയപ്പോഴത്തേക്കും പ്രോഗ്രാം അങ്ങ് ചെറുതായിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിയ ബലിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കണ്ടത് ഇപ്പോൾ നോക്കുമ്പോൾ ആ വാർപ്പൊക്കെ കൊണ്ടൊന്ന് വെക്കുന്നേ ഉള്ളൂ, പരിപാടി ആയിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ മാമി അവിടെ അകത്ത് കയറിയപ്പോഴത്തേക്കും ചോദിച്ചു, കൊച്ചെ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. മമ്മി ഒന്നും കഴിച്ചിട്ടില്ല ഞാനെന്ന് പറയും. അപ്പോൾ എൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു സ്വീറ്റ് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ കടകളും കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോഴത്തേക്കും കടയിലൊന്നും സ്വീറ്റ് പൊറോട്ട വന്നിട്ടില്ല. പിന്നെ പ്രശ്നമില്ല, ഇവിടെ നല്ല ഇഡ്ഡലി സാമ്പാറും ഉണ്ടായിരുന്നു. ഹായ്, നല്ല രുചിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ അത് കാണുമ്പോഴും കൊതി വരുന്നത്. ഇത് മാത്രമല്ല, ഇനി ഉച്ചക്കത്തൊരു കറിയുണ്ട്, അത് കാണുമ്പോഴും എനിക്ക് കൊതി വരുന്നേ, എന്നാന്നറിയില്ല. ചില ഫുഡ് കാണുമ്പോൾ അങ്ങനെയല്ലേ, നമുക്ക് കഴിച്ചിട്ട് നല്ല രുചിയാണെങ്കിൽ കൊള്ളാം, അങ്ങനത്തെ ഒരു ഫീലില്ല. അതെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ പരിപാടിയൊക്കെ തുടങ്ങി, അതായത് ബലിയിടാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു റൗണ്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മയും കുഞ്ഞമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ്, കാരണം ഇന്നലെ സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നതുകൊണ്ടേ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ വലിയ റോളൊന്നും ഇല്ലല്ലോ, കുറച്ച് നേരം വീഡിയോ എടുക്കുക, അങ്ങോട്ട് നടക്കുക, ഇങ്ങനെ നടക്കുക, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ചായി പറഞ്ഞു കോഴിക്കുഞ്ഞുണ്ട് വീട്ടിൽ, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, വേഗം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കാൻ വന്നു. നമുക്കൊട്ട് സീറ്റ് കിട്ടിയില്ല, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിക്കാനായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ് ഉച്ചക്കത്തെ കറി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിനാ മോര് കൂട്ടാൻ ഒഴിച്ച് കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ രുചി യഥാർത്ഥമായിട്ട് വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, അറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നേ. മീൻകറിക്ക് ഒരു ലേശം ഉപ്പും പുളിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് ഫീൽ ചെയ്തു. പിന്നെ ഡിപ്പെൻസ് ആണ് കേട്ടോ, കാരണം എല്ലാവർക്കും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എനിക്കങ്ങനെയായിരുന്നു. അങ്ങനെ ഇനി ഇവിടുന്ന് കഴിച്ചൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് വന്നുവെച്ചും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ തന്നെ പോകുന്നല്ലോ. അപ്പോൾ അച്ചായിട്ട് എടുക്കാത്ത ബഹളം കൂടി കാരണം അവിടെ അധികം നേരം നിൽക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ പോരാനുള്ള തയ്യാറെടുപ്പായി. അമ്മയൊക്കെ ഇരുന്ന് കഴിച്ചു, കാരണം അമ്മയൊക്കെ രണ്ടാമത്തെ, ഞങ്ങൾ എണീറ്റിട്ടാണ് അമ്മയൊക്കെ കഴിക്കാനായത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ മാമനും മാമിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ തവണക്കടവിൽ ഇറക്കണമെന്ന് വെച്ച്, പക്ഷേ എൻ്റെ മനസ്സിൽ സ്വീറ്റ് പൊറോട്ട നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ഒരെണ്ണം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ മാമൻ എന്ത് ചെയ്തു, 3 വാങ്ങിക്കൊടുത്ത് കേസ്. അതാണ് മാമൻ. അങ്ങനെ 3 സ്വീറ്റ് പൊറോട്ടയായിട്ട് അമ്മ ഇങ്ങോട്ട് പോകുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.